ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വീക്ക്ലി അനാലിസിസ് ചാർട്ട് എങ്ങനെ ഉണ്ടെന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി ചാർട്ട് എടുക്കാം. ഇത് ബാങ്ക് നിഫ്റ്റി ചാർട്ടാണ്. നിഫ്റ്റി ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ചാർട്ടിൽ ഓൾമോസ്റ്റ് ഒരു 4 വീക്സ്, അതായത് 1 മന്തായിട്ട് ഒരു സെയിം ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരു സെയിം ഏരിയ വിത്തിൻ 100 പോയിൻറ്റ്സിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. 4 വീക്സ് നോക്കുകയാണെങ്കിൽ ഓക്കെ. 17 നവംബറിലെ വീക്ക്, 17 നവംബർ ടു 8 ഡിസംബറിലുള്ള വീക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സെയിം ഏരിയയിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഇത് ഈ ഒരു സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയിട്ട് ഇതിന് താഴോട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് 500 പോയിൻറ്റ്സിൻ്റെ ഫോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ല, ഇവിടെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ടാണ് പോകണമെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ മുകളിലൊരു ക്ലോസിങ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്ക് ഒരു ക്രൂഷ്യൽ വീക്കാണ്, കാരണം ഒരു മൊമെൻറ്റം എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വീക്കിൽ. ഓക്കെ, സോ അങ്ങനെയാണ് തോന്നുന്നത് നമുക്ക്. കാരണം നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരുന്നാൽ പോലും ഇതിൻ്റെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. സോ ഇതിൻ്റെ മുകളിലോട്ട് ക്രോസ് ചെയ്താൽ മാത്രമേ നമ്മൾ ബുള്ളിഷ് ട്രിഗർ ആവത്തുള്ളൂ. സോ ലാസ്റ്റ് വീക്ക് പൊസിഷൻസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം ഇങ്ങനത്തെ മൂവ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് താഴോട്ടുള്ള പൊസിഷൻ എടുക്കാം. താഴത്തുള്ള പോർഷൻ എടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കുന്നതെന്നാൽ അതിൻ്റെ ടാർഗറ്റ് നമ്മൾ ഇപ്പം ഈ 2 വീക്സ് ഉണ്ടാക്കിയാൽ അതിൻ്റെ താഴെ വരും. കാരണം ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. സോ ആ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ താഴോട്ട് വന്നിട്ട് തിരിച്ചു പോകാനുള്ള മോസ്റ്റ്ലി തിരിച്ചും പോകാറുണ്ട്. സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഈ ഒരു ഏരിയയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിഫ്റ്റി ഇപ്പോൾ നമുക്കൊരു ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്രിട്ടിക്കൽ ഏരിയയിലാണ് നിൽക്കുന്നത്. നമുക്ക് രണ്ട് സൈഡിലുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. മുകളിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. താഴോട്ടാണെങ്കിൽ നല്ലൊരു ഫോളിനുള്ള ചാൻസ് ഉണ്ട്. ആ ഏരിയയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. പാറ്റേൺ ബുള്ളിഷ് ആണ്, ബട്ട് ഒരു സോൺ നിൽക്കുന്നത് നമുക്കൊരു അൺഡിസൈഡഡ് സോണിലാണ് നിൽക്കുന്നത് നിഫ്റ്റി. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്ര ഒരു പ്രോബ്ലം കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഇപ്പം മൺഡേ ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ട് 57,900 അല്ലെങ്കിൽ 57,800 അടുപ്പിച്ച് അല്ലെങ്കിൽ 58,000 അടുപ്പിച്ച് ആ റേഞ്ചിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 1000 അടുപ്പിച്ചുള്ള ഒരു ഫോളിനുള്ള ചാൻസ് ഉണ്ട്. ഫോൾ ആവുകയാണെങ്കിൽ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു മുകളിലോട്ടുള്ള മൊമെൻറ്റിനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ എപ്പം ക്രോസ് ചെയ്യണമെന്ന് ആ ട്രേഡ് എടുക്കണമെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അതിൻ്റെ ഹൈ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാം. ഓക്കെ, നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിൻ വീക്ക്ലി ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഒരു 3 വീക്കായിട്ട് സെയിം ഏരിയയിലാണ് ക്ലോസ് ആവുന്നത്. ഇത് ഇത്രയും വലിയ വോളറ്റിലിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് സെയിം ഏരിയയിൽ ക്ലോസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അടുത്തുള്ള മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന്. സോ ഇത് കണ്ടിട്ട് ഒരു ബുള്ളിഷ് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ടാണ് പോകണമെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് എല്ലാം ട്രിഗർ ചെയ്യും. സെല്ലേഴ്സ് എല്ലാം ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ട്രിഗർ ചെയ്ത് നല്ലൊരു മൊമെൻറ്റം 100,000 മുകളിലോട്ടുള്ള മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. അത് നെക്സ്റ്റ് വീക്ക് ആണോ അതോ നെക്സ്റ്റ് മന്ത് ജനുവരി ആണോ എന്ന് നോക്കാം. പക്ഷേ എനിവേ നല്ലൊരു മൊമെൻറ്റം കാണുന്നുണ്ട് ബിറ്റ് കോയിനിൽ. അതായത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ടാണ് പോവുകയാണെങ്കിൽ എന്തായാലും ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിൽക്കത്തില്ല. 94,000 നിൽക്കത്തില്ല. അത് നല്ലൊരു മൊമെൻറ്റം മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. 3,000 മിനിമം 3,000 മുകളിലോട്ട് ഒരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സിൽവർ ആണെങ്കിൽ സിൽവറിന് ഒരു 64 സെല്ലിങ് കാണുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ അത് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ മുകളിൽ പോയിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം ഇതൊരു സെല്ലിംഗ് ക്യാൻഡിലാണ്. കാരണം ഇവിടെ ടോപ്പിൽ നിന്ന് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. സോ ഫ്ലാറ്റായി ഓപ്പൺ ആയിട്ട് വിത്തിൻ ഈ റേഞ്ചിൽ നിൽക്കാനുള്ള ചാൻസാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ട്രേഡ് സിൽവറിൽ ഈ നെക്സ്റ്റ് വീക്ക് അവോയ്ഡ് ചെയ്യാനായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുകളിലെത്തുമ്പോൾ ഒരു ടോപ്പിൽ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, ഷോർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഗോൾഡ് ആണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഗോൾഡ് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ്ങിലോട്ട് പിന്നെയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ലോങ്ങിലോട്ട് പോകാനുള്ളത്. ഓക്കെ,
നമുക്ക് നെക്സ്റ്റ് വീക്കുള്ള ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാം. ഹീറോ മോട്ടോകോപ്പാണ്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സെല്ലിങ്ങോ ബൈയിങ്ങോ റെക്കമെൻഡേഷനോ അല്ല. ഒരു സ്റ്റോക്കിൻ്റെ പൊസിഷൻ കണ്ടിട്ട് ജസ്റ്റ് ഒരു സ്റ്റഡിക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിലാണ് ഇത് ഇരിക്കുന്നത്. സോ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആകുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ഒന്നാമത്തത്. രണ്ടാമത്തത് പ്യുവർ സെല്ലിംഗ് ക്യാൻഡിലാണ്. ഇതിൻ്റെ നിയർ ബൈ സപ്പോർട്ട് വരുന്നത് 55,500 ആ റേഞ്ചിലാണ് വരുന്നത്. സോ ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ ലോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡ് താഴോട്ടുള്ള പൊസിഷനിലോട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ചാൻസ് ആണ് പറയുന്നത്. നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് മെയിൻലി വീക്ക്ലി അനാലിസിസ് പറയാനുള്ളത്. മെയിൻലി ഡെയിലി ന്യൂസൊക്കെ ഞാൻ ഡെയിലി വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു.